നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുള്ളിപ്പാടം വില്ലേജ് പരിധിയിൽ ചട്ടങ്ങൾ ലംഘിച്ചും ക്രമവിരുദ്ധമായും ഓരോ ഭൂമിക്ക് നിരവധി പട്ടയങ്ങൾ ഉണ്ടെന്ന ആരോപണവുമായി മലപ്പുറം സ്വദേശി കുമ്മാളി ഹരിദാസൻ രംഗത്ത്. ജില്ലാ കളക്ടർ, നിലമ്പൂർ തഹസിൽദാർ, റവന്യൂ വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകി. മയിലാടിയിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനകളുടെ CCTV ദൃശ്യങ്ങൾ കിട്ടി. പുലിശല്യവും കാട്ടാനശല്യവും നിലനിൽക്കുന്ന മയിലാടിയിൽ ചുള്ളിക്കൊമ്പന്റെ ഉൾപ്പെടെ 2 ആനകളുടെ സാന്നിധ്യം ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുകയാണ്. വാടക വീട് കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തി വന്ന യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ചേർന്ന് പിടികൂടി. 3.3 ഗ്രാം MDMAയുമായി മേപ്പാടം കൂളിക്കൽ സ്വദേശി പുതുമാളിയേക്കൽ നൌഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. വല്ലപ്പുഴ ഇയമ്മട ഡിപ്പോ റോഡ് അറ്റകുറ്റപ്പണി നടത്താതെ കൂടുതൽ തകർന്നു. വാഹനങ്ങൾ ഒന്നിനു പിന്നാലെ കുഴികളിൽ ചാടി യാത്രക്കാർ വലഞ്ഞു. പൊടിശല്യം കാരണം നാട്ടുകാർ ദുരിതത്തിൽ. കടുത്ത വേനൽ മുന്നിൽ കണ്ട് വന്യജീവികൾക്കായി കുടിവെള്ളം ഒരുക്കി വനം വകുപ്പ്. നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ കരുളായി റേഞ്ചിലാണ് ഉൾവനത്തിൽ വന്യജീവികളുടെ ദാഹം അകറ്റാൻ തടയണ നിർമ്മിച്ചത്. വാർത്തകൾ വിശദമായി. പുള്ളിപ്പാടം വില്ലേജ് പരിധിയിൽ ചട്ടങ്ങൾ ലംഘിച്ചും ക്രമവിരുദ്ധമായും ഒരേ ഭൂമിക്ക് നിരവധി പട്ടയങ്ങൾ ഉണ്ടെന്ന ആരോപണവുമായി മലപ്പുറം സ്വദേശി കുമ്മാളി ഹരിദാസൻ രംഗത്ത്. ജില്ലാ കളക്ടർ, നിലമ്പൂർ തഹസിൽദാർ, റവന്യൂ വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഹരിദാസൻ നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുള്ളിപ്പാടം വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഈ 9-ാം ബ്ലോക്ക്, 10-ാം ബ്ലോക്ക്, 14-ാം ബ്ലോക്കിലൊക്കെ ഇതുപോലെ പട്ടയങ്ങൾ ധാരാളം വരുന്നുണ്ട്. ആ പട്ടയങ്ങളൊന്നും നിയമസാധൂകരണം ഇല്ലാത്ത പട്ടയങ്ങളാണ്. അതേപോലെ തന്നെ ചട്ടവിരുദ്ധമാണ്, സത്യസന്ധമായിട്ടുള്ള സ്വാധീനം വെച്ചുണ്ടാക്കുന്നതാണ്, അതിന് സാധൂകരണമില്ല. ഈ പട്ടയങ്ങളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം. ഇതിൻ്റെ മാത്രം പ്രശ്നമല്ല, അവിടെയുള്ള പല ഭൂമിയിലും ഇതുപോലെയുള്ള പട്ടയങ്ങൾ ഇത് ഗവൺമെൻറ് കൊടുക്കുന്ന പട്ടയ. അതുകൊണ്ട് ഞാൻ വ്യാജം എന്ന് പറയുന്നില്ല. പക്ഷേ ഇത് ചട്ടവിരുദ്ധമായിട്ടും പിന്നെ ക്രമപ്രകാരവും അല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള പട്ടയ. ഈ പട്ടയം കൊടുക്കുമ്പോൾ തൊട്ടടുത്തുള്ളവരൊന്നും അറിയുന്നില്ല, പട്ടയത്തിൻ്റെ അതിർത്തിയുള്ളവരൊന്നും അറിയുന്നില്ല. പട്ടയം അവരുടെ സ്വാധീനം വെച്ചിട്ടുണ്ടാക്കുന്ന. അപ്പം ഇതിന് മാത്രം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റ് ഒരുപാട് പട്ടയങ്ങൾ അവിടെ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട്. ഈ വിവരം ഇതിലെല്ലാ രേഖയും ഇവിടെയുണ്ട്. എല്ലാ രേഖയും പരിശോധിക്കാവുന്നതാണ്. അതിന് വേണ്ട നടപടി എടുക്കാൻ റവന്യൂ ഇതിൻ്റെ പുറകിൽ കളിക്കുന്നത് എന്തായാലും ചട്ടവിരുദ്ധമായിട്ട് ഇത് കൊടുക്കുന്നത് റവന്യൂവിൻ്റെ ആൾക്കാരായതുകൊണ്ട് റവന്യൂ ഇന്റലിജൻസ് മുമ്പൊക്കെ അതിൽ കേസിൽ അന്വേഷണം നടത്തിയിരുന്നു. ഇപ്പോൾ സമീപകാലത്തൊക്കെ അവർ തന്നെ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നില്ല. പുള്ളിപ്പാടം വില്ലേജിൽ 1/1 സർവേ നമ്പറിൽപ്പെട്ടതും ചാലിയാർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെട്ട ഭാഗത്തുമുള്ള 7 ഏക്കർ സ്ഥലത്തിന് നിലവിൽ 4 പട്ടയങ്ങളാണുള്ളത്. അതിൽ തന്നെ ഈ ഭൂമി യഥാർത്ഥത്തിൽ ആരുടേതെന്ന് വ്യക്തമല്ല. 1182 നമ്പർ ആധാരത്തിൽ 106 ഏക്കർ സ്ഥലമുണ്ടെങ്കിലും നിലവിൽ 41.87 ഏക്കറിന് മാത്രമാണ് ആധാരമുള്ളത്. അതിനാൽ അടിയന്തരമായി ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി യഥാർത്ഥ ഭൂവുടമകൾ ആരെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തണം. മൈക്കിൾ കുരുവിളിയുടെ കയ്യിൽ നിന്നും 7 ഏക്കർ സ്ഥലം താൻ വിലയ്ക്ക് വാങ്ങി അഡ്വാൻസായി 10 ലക്ഷം രൂപയും നൽകി. ഇതിനിടയിൽ ഭൂമിയുടെ അവകാശവുമായി ഫ്രാൻസിസ് അഗസ്റ്റിൻ രംഗത്ത് വന്നു. പിന്നീട് ബോണി ഓണാട്ട് എന്നിവരും ഈ ഭൂമിയുടെ പട്ടയവുമായി പുള്ളിപ്പാടം വില്ലേജ് ഓഫീസിലെത്തി. 1997 പട്ടയവുമായാണ് ഇവർ എത്തിയത്. ഇവരുടെ പൂയത്തിൽ അതിർത്തി പറയുന്ന വ്യക്തിക്ക് ഇവിടെ സ്ഥലത്തിന് പട്ടയം ലഭിച്ചത് 2008 ഇത് പരിശോധിച്ചാൽ തന്നെ ഈ പട്ടയങ്ങൾ സംശയനിഴലിലാണ്. വർഷങ്ങളായി നികുതി അടയ്ക്കാത്ത ഭൂമിയായതിനാൽ വില്ലേജ് അധികൃതർ നികുതി സ്വീകരിച്ചിട്ടില്ലെന്നും ഹരിദാസ് പറഞ്ഞു. ഈ 2 ഏക്കർ സ്ഥലത്തിന് ഞാൻ അഡ്വാൻസ് കൊടുത്ത ശേഷം അവിടെ കാട് വെട്ടാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മക്കൾ വന്നിട്ട് അവരുടെ ആധാരവും നികുതി ചീട്ടും ഒക്കെ ആയിട്ട് വന്നു പറഞ്ഞു ഞങ്ങളുടെ സ്ഥലം
അതിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങോട്ടൊന്നാൽ കയറണ്ട, ഞാൻ വേറെ സ്ഥലം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 10 ഏക്കർ സ്ഥലം സെന്റിന് 16,000 രൂപയായിട്ട് 1,60,00,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ അഡ്വാൻസ് കൊടുത്തിരുന്നു. ആ അഡ്വാൻസിൽ നിൽക്കുകയാണ്. ആ സ്ഥലത്തിന് ഫ്രാൻസിസ് അഗസ്റ്റ്യൻ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ പട്ടയമായിട്ട് വന്നു. ഇപ്പൊ അടുത്ത സമയത്തായിട്ട് വേറെ 2 പേര് വീണ്ടും വന്നിട്ടുണ്ട്. ഓണാട്ട് ബോബി, ഓണാട്ട് ബോണി, ഇങ്ങനെ 2 പേര്. ഇപ്പൊ പുതിയ പട്ടയങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് വിറ്റ ഭൂമിയാണിത്. ആദ്യം മറ്റേ ആള് വിറ്റു, പിന്നീടാണ് യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ ഫ്രാൻസിസ് അഗസ്റ്റ്യൻ വിൽക്കുന്നത്. ഇപ്പോ ആ ലാൻഡിൽ തന്നെ വീണ്ടും 2 പട്ടയങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ ലാൻഡിൽ മാത്രമല്ല, തൊട്ടടുത്ത പട്ടയങ്ങളിലും ഇവര് കയറിയിട്ട് 10-18 ഏക്കറോളം സ്ഥലം ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പട്ടയങ്ങള് ക്രമവിരുദ്ധമായിട്ടുള്ള പട്ടയങ്ങളാണ്. ചട്ടലംഘനം നടത്തിയതും ക്രമവിരുദ്ധവുമായിട്ടുള്ള നിയമസാധൂകരണമില്ലാത്ത പട്ടയങ്ങളാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണലിൽ നിന്നുമാണ് പട്ടയങ്ങൾ ലഭിച്ചിട്ടുള്ളതെന്ന് താൻ വിവരാവകാശ പ്രകാരം നൽകിയ ചോദ്യങ്ങൾക്ക് മറുപടിയായി ലഭിച്ച വിവരാവകാശ രേഖയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടയങ്ങൾ ഏതു മാർഗത്തിലൂടെ ചട്ടവിരുദ്ധവും ക്രമവിരുദ്ധവുമായി കൈവശപ്പെടുത്തി എന്നതിൽ അന്വേഷണം വേണം. ഭൂമിയിൽ തർക്കം വന്നതോടെ താൻ നൽകിയ അഡ്വാൻസ് തുക തിരികെ ലഭിച്ചുവെങ്കിലും തനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. പുള്ളിപ്പാടം വില്ലേജ് പരിധിയിൽ ചട്ടവിരുദ്ധമായും ക്രമലംഘനം നടത്തിയും സ്വന്തമാക്കിയിട്ടുള്ള മുഴുവൻ പട്ടയങ്ങളും സംബന്ധിച്ച് പരിശോധന നടത്തണം. യഥാർത്ഥ അന്വേഷണം നടത്തിയാൽ അർഹതപ്പെട്ടതിനേക്കാൾ ഭൂമി കൈവശം വെച്ചിട്ടുള്ള ഭൂവുടമകളെയും കണ്ടെത്തുവാൻ കഴിയും. ഒരേ ഭൂമിക്ക് കൂടുതൽ അവകാശികളും പട്ടയങ്ങളും വന്നത് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്തുവാൻ കഴിയൂ. താൻ മാത്രമല്ല, മറ്റു പലരും സ്ഥലം വാങ്ങി കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ വീഴ്ച ഇതിൽ വ്യക്തമാണ്. അതിനാൽ തന്നെ റവന്യൂ വിജിലൻസിന് പുറമെ പോലീസ് വിജിലൻസിനും പരാതി നൽകും. ഭൂമിയുടെ സുതാര്യത ഉറപ്പാക്കുവാൻ കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും ഹരിദാസൻ പറഞ്ഞു. ഒരേ സ്ഥലത്തിന്റെ പേരിൽ ഒന്നിൽ കൂടുതൽ അവകാശി രംഗത്ത് വന്ന സാഹചര്യത്തിൽ സ്ഥലം അളന്ന് തിരിച്ച് സ്ഥലമുടമയെ ഉറപ്പുവരുത്തിയ ശേഷമേ നികുതി സ്വീകരിക്കൂ എന്ന് പുള്ളിപ്പാടം വില്ലേജ് ഓഫീസർ പറഞ്ഞു. നികുതി അടക്കുവാൻ വർഷങ്ങൾ വൈകിയ സാഹചര്യത്തിലാണ് നികുതി സ്വീകരിക്കാതെ നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്തിയത്. ഇതേ തുടർന്ന് ആക്ഷേപവുമായി ഒരാൾ വന്ന സാഹചര്യത്തിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുവാൻ തീരുമാനിച്ചു. അതിനാൽ തന്നെ പരാതിക്കാരനോട് അളന്ന് അതിർത്തി നിർണ്ണയിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ വശങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമേ നികുതി സ്വീകരിക്കൂ എന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു. മയിലാടിയിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനകളുടെ CCTV ദൃശ്യങ്ങൾ കിട്ടി. പുലിശല്യവും കാട്ടാനശല്യവും നിലനിൽക്കുന്ന മയിലാടിയിൽ ചുള്ളിക്കൊമ്പന്റെ ഉൾപ്പെടെ 2 ആനകളുടെ സാന്നിധ്യം ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുകയാണ്. ഇന്ന് പുലർച്ചെ മയിലാടി സ്കൂളിന് പുറകുവശത്തുള്ള കൃഷിയിടങ്ങളിലും റിവേറെ എസ്റ്റേറ്റ് പരിസരത്തുള്ള കൃഷിയിടങ്ങളിലുമാണ് തെങ്ങ്, കമുക്, വാഴ തുടങ്ങിയ കൃഷികൾ നശിപ്പിച്ചത്. റിവേറെ എസ്റ്റേറ്റിന്റെ പിൻഭാഗത്തെ ഗേറ്റിന് സമീപത്തൂടെ ചുള്ളിക്കൊമ്പൻ ഉൾപ്പെടെ 2 ആനകൾ കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞത്. നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന മയിലാടി ഭാഗം കുറെ നാളുകളായി കാട്ടാന ഭീതിയിലാണ്. നിലമ്പൂർ നായാടംപോയിൽ മലയോര ഹൈവേ കടന്നു പോകുന്ന ഭാഗം കൂടിയാണിത്. തൈപ്പറമ്പിൽ ബിജു, തൈപ്പറമ്പിൽ രാജേഷ്, കൊടികാരൻ റഷീദ്, മുണ്ടങ്കോട് സുമേഷ്, കുന്നിക്കൽ ഗിരീഷ് എന്നിവരുടെ കൃഷികളാണ് നശിപ്പിച്ചത്. വാടക വീട് കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തിവന്ന യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ചേർന്ന് പിടികൂടി. 3.3 ഗ്രാം MDMAയുമായി മേപ്പാടം കൂളിക്കൽ സ്വദേശി പുതുമാളിയേക്കൽ നൌഷാദിനെയാണ് SI TP മുസ്തഫ അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫും ചേർന്ന് മേപ്പാടം കൂളിക്കൽ എന്ന സ്ഥലത്ത് പ്രതി കുടുംബസമേതം താമസിക്കുന്ന വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് MDMA കണ്ടെടുത്തത്. ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവരുന്ന MDMA ഗ്രാമിന് 3000 രൂപ നിരക്കിലാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത്. MDMA തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും കണ്ടെടുത്തു. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും. CPO സുജിയും ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ NP, അഭിലാഷ് കൈപ്പിനി, KT ആഷിഫ് അലി,
ടി നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വല്ലപ്പുഴ ഇയമ്മട ഡിപ്പോ റോഡ് അറ്റകുറ്റപ്പണി നടത്താതെ കൂടുതൽ തകർന്നു. വാഹനങ്ങൾ ഒന്നിനു പിന്നാലെ കുഴികളിൽ ചാടി യാത്രക്കാർ വലഞ്ഞു. പൊടിശല്യം കാരണം നാട്ടുകാർ ദുരിതത്തിൽ. നിലമ്പൂർ പെരുമ്പലാവ് പാതയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം അടിപ്പാത നിർമ്മാണത്തിന് 8 മാസം മുൻപ് റോഡ് അടച്ചത് മുതൽ പൂക്കോട്ടുംപാടത്തേക്ക് ബസ് ഉൾപ്പെടെ വാഹനങ്ങൾ പോകുന്നത് വല്ലപ്പുഴ ഡിപ്പോ റോഡ് വഴിയാണ്. ഇടുങ്ങിയ റോഡ് നേരത്തെ തന്നെ തകർന്നിരുന്നു. ഭാരവാഹനങ്ങൾ നിരന്തരം പോയി കൂടുതൽ തകരുകയും ചെയ്തു. ഒരാഴ്ച മുൻപ് രാമംകുത്ത് അടിപ്പാതയുടെ അപ്രോച്ച് റോഡ് നിർമ്മാണം തുടങ്ങി. റോഡ് അടച്ചതിനാൽ അതുവഴി പൂക്കോട്ടുംപാടം നിലമ്പൂർ റൂട്ടിൽ സഞ്ചരിച്ച എല്ലാ വാഹനങ്ങളും വല്ലപ്പുഴ ഡിപ്പോ വഴിയായി. അതോടെ വാഹന ഗതാഗതം പല മടങ്ങായി. റോഡ് കൂടുതൽ തകർന്നു. വാഹനങ്ങൾക്ക് ദിവസേന അറ്റകുറ്റപ്പണി വേണ്ടിവരുന്നതായി ബസ്, ലോറി ഡ്രൈവർ എന്നിവർ പറഞ്ഞു. 2.5 കിലോമീറ്ററാണ് പാതയുടെ ദൈർഘ്യം. ഇരുവശത്തും വീടുകളാണ്. വാഹനങ്ങൾ പോകുമ്പോൾ കാറ്റിൽ പൊടിയടിച്ച് കയറുന്നത് തടയുവാൻ വീടുകൾ പ്ലാസ്റ്റിക് നെറ്റ് കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. വല്ലപ്പുഴ ഇയമ്മട ഡിപ്പോ വഴി പൂക്കോട്ടുപാടത്തുനിന്ന് റോഡാണിത്. ഇതിൽ കൂടിയാണ് ഇപ്പോൾ എല്ലാ ബസ്സുകളും കാറുകളും എല്ലാ വാഹനം പോകുന്നത്. റെയിൽവേ ഗേറ്റ് അടച്ച അന്ന് മുതൽ തുടങ്ങിയ ബുദ്ധിമുട്ടാണ്. പൊടി പാറിയിട്ട് പല വീടുകളും പച്ചാ ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. മഴക്കാലത്ത് ഇവിടെ പല അപകടവും വന്നിട്ടുണ്ട്. ഒരു ബസ് ചെരിഞ്ഞു, അങ്ങനെ എല്ലാ വാഹനങ്ങളും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ ആകെ ദുരിതത്തിലാണ്. കാരണം ഈ പൊടി പാറിയിട്ട് ഞങ്ങൾക്കവിടെ വീട്ടിലിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇതിന് എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കാനുള്ള നടപടികൾ മുനിസിപ്പാലിറ്റി ചെയ്യണം. അതാണ് ഇവിടുത്തെ വാസികൾക്കായി പറയുന്നത്. നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീമാണ് വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്നത്. കടുത്ത വേനൽ മുന്നിൽ കണ്ട് വന്യജീവികൾക്കായി കുടിവെള്ളം ഒരുക്കി വനംവകുപ്പ്. നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ കരുളായി റേഞ്ചിലാണ് ഉൾവനത്തിൽ വന്യജീവികളുടെ ദാഹമകറ്റാൻ തടയണ നിർമ്മിച്ചത്. കടുവയും പുലികളും കാട്ടുപോത്തുകളും ആനകളും ഉൾപ്പെടെ കുടിവെള്ളം തേടി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് വന്യജീവികൾക്ക് കുടിവെള്ളം ഉറപ്പാക്കുവാൻ നിലമ്പൂരിൽ വന്യമൃഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള കരുളായി റേഞ്ചിലെ വനമേഖലയിൽ തടയണ നിർമ്മിച്ച് ജലലഭ്യത ഉറപ്പുവരുത്തിയിരിക്കുന്നത്. കുടിവെള്ളത്തിനായി കാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ അവയ്ക്ക് വേണ്ടി തടയണ നിർമ്മിച്ച് കുടിവെള്ളം ഉറപ്പാക്കുകയാണ് വനം വകുപ്പും വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബും ചേർന്ന്. മൂത്തേടം പൂളക്കാപ്പാറയിൽ നിന്നും 3.5 കിലോമീറ്റർ അകലെ 8 കണ്ണിയിൽ ഈങ്ങാർ തോടിന് കുറുകെയാണ് തടയണ നിർമ്മിച്ചിരിക്കുന്നത്. വേനൽക്കാലത്ത് കാടിനുള്ളിൽ വെള്ളം കുറയുന്നത് കാരണം വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് പതിവാണ്. ഇത് ഒഴിവാക്കാനാണ് വനം വകുപ്പ് മുൻകൈയെടുത്തത്. കരുളായി വനത്തിൽ നിന്നാണ് സാധാരണയായി വന്യമൃഗങ്ങൾ മൂത്തേടം, കരുളായി പഞ്ചായത്തുകളിൽ ഇറങ്ങുന്നത്. വേനൽ കടുത്തതോടെ കാട്ടിലെ ജലാശയങ്ങൾ വറ്റി വരേണ്ട അവസ്ഥയിലാണ്. വെള്ളം തേടിയാണ് ആന, കടുവ തുടങ്ങിയ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് വരുന്നത്. ഇത് മനുഷ്യ-മൃഗ സംഘർഷത്തിന് കാരണമാകുന്നു. കാടിനുള്ളിൽ തന്നെ വെള്ളം ലഭ്യമാക്കിയാൽ മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും. ഈ ലക്ഷ്യത്തോടെയാണ് വനം വകുപ്പ് നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബിന്റെ സഹായം തേടിയത്. 30ഓളം വരുന്ന ക്ലബ്ബ് അംഗങ്ങൾ ചേർന്ന് ഈങ്ങാർ തോടിന് കുറുകെ തടയണ നിർമ്മിച്ചു. മരത്തടികളും ചണച്ചാക്കിൽ മണ്ണും മണലും നിറച്ചാണ് തടയണ ഉണ്ടാക്കിയത്. 2 ദിവസത്തെ പ്രവർത്തനത്തിലൂടെ ഒരാളുടെ പൊക്കത്തിൽ വെള്ളം കെട്ടി നിർത്തുവാൻ സാധിച്ചു. തടയണയിൽ വെള്ളം നിറഞ്ഞ് പൊട്ടിപ്പോകാതിരിക്കുവാൻ കോൺക്രീറ്റ് പൈപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ടെന്ന് കരുളായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാൻ പറഞ്ഞു. വേനൽക്കാലമായതോടുകൂടി നമ്മളെല്ലാ അരുവികളുടെയും വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞ് നീരുറവ ഇല്ലാത്ത അവസ്ഥയിലുള്ളത്. ഈ സമയത്ത് വന്യമൃഗങ്ങൾ വെള്ളത്തിന് വേണ്ടി കരിമ്പുഴ, പുന്നപ്പുഴ എന്നിവ ലക്ഷ്യമാക്കി വരികയും അങ്ങനെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് വന്യജീവി വകുപ്പ് പുതുതായി നടപ്പാക്കുന്ന മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ സ്കീമിൽ ഉൾപ്പെടുത്തി തടയണ നിർമ്മിച്ചാൽ മൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ജലം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ തടയണ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ആനകളും കാട്ടുപോത്തുകളും മാനുകളും സഞ്ചരിക്കുന്ന മേഖലയാണ്. ഈ വെള്ളം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും. പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ G അംജിത്, പടുക്ക സ്റ്റേഷനിലെ വനപാലകർ എന്നിവരും തടയണ നിർമ്മാണത്തിൽ പങ്കാളികളായി. കൂടാതെ വനത്തിനുള്ളിലും ജനവാസ മേഖലയോട് ചേർന്ന ഭാഗങ്ങളിലെയും അടിക്കാടുകൾ വെട്ടിനീക്കിയും വനംവകുപ്പ് വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ നിർത്തുവാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്.
മൈസൂർ സ്വദേശി പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് കൊലപാതക കേസിലെ അന്തിമവാദം മഞ്ചേരി കോടതിയിൽ പൂർത്തിയായി. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് വാദം പൂർത്തിയായത്. 80 സാക്ഷികളെ വിസ്തരിച്ചു. 56 തൊണ്ടിമുതലുകൾ, 275 രേഖകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി. 7-ാം പ്രതി നൌഷാദ് മാപ്പുസാക്ഷിയായി മൊഴി കൊടുത്തു. 2019 ഓഗസ്റ്റിലാണ് മൂലക്കുരുവിന് ഒറ്റമൂലിക ചികിത്സ നടത്തുന്ന മൈസൂരു സ്വദേശി ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്നത്. പിന്നീട് ഇയാളെ ഷൈബിന്റെ വീട്ടിൽ ചങ്ങലയിൽ ബന്ധിച്ച് പുറം ലോകം അറിയാതെ പീഡിപ്പിക്കുകയും 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി മൃതദേഹം വെട്ടി നുറുക്കി പ്ലാസ്റ്റിക് കവറിലാക്കി കാറിൽ കയറ്റി ചാലിയാർ പുഴയിലേക്ക് എറിഞ്ഞു എന്നാണ് കേസ്. എന്നാൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ പോലീസിനായില്ല. 2022 ഏപ്രിൽ 23 വീട്ടിൽ കയറി ഒരു സംഘം തന്നെ മർദ്ദിച്ചുവെന്ന ഷൈബിന്റെ പരാതിയാണ് കൊലപാതക കേസിലേക്ക് അന്വേഷണം എത്തിച്ചത്. കൊലപാതകത്തിൽ പങ്കെടുത്തവരും തട്ടിക്കൊണ്ടുവരാൻ പങ്കാളിയായവരും പ്രതികൾക്ക് ഒളിവിൽ പോകുവാൻ സഹായം ചെയ്തവരും അടക്കം 13 പേരാണ് പിടിയിലായത്. പ്രതി ചേർക്കപ്പെട്ട മുക്കട്ട കൈപ്പഞ്ചേരി ഫാസിൽ ഒളിവിൽ കഴിയുന്നതിനിടെ വൃക്കരോഗം ബാധിച്ച് ഗോവയിൽ മരിച്ചു. കുന്നേക്കാടൻ ഷമീം എന്ന പൊരി ഷമീം ഇപ്പോഴും ഒളിവിലാണ്. വനപാലകർ അർദ്ധരാത്രിയിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ സമരവും നടത്തി. പ്രതിഷേധ സമരം KFPSA സംസ്ഥാന സെക്രട്ടറി PM ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. വന്യജീവി സംഘർഷം പാരമ്യതയിൽ നിൽക്കുമ്പോൾ നാട്ടുകാരെ പറ്റിക്കാൻ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുവാൻ വേണ്ടി പുതിയതായി രൂപീകരിച്ച 20 വനം ദ്രുതകർമ്മ സേനകളിൽ മതിയായ സ്റ്റാഫിനെ നിയമിക്കണമെന്നും അവയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും തുടർച്ചയായി ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന വനപാലകർക്ക് നൽകി പോന്നിരുന്ന ഡ്യൂട്ടി റെസ്റ്റ്, ഡ്യൂട്ടി ഓഫ് എന്നിവ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അർദ്ധരാത്രിയിൽ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ സമരവും നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് PN സജീവൻ, സെക്രട്ടറി KP ഫൈസൽ, സംസ്ഥാന കൌൺസിലർമാരായ AK രമേശൻ, P പ്രമോദ് കുമാർ, TS അമൃതരാജ് എന്നിവർ സംസാരിച്ചു. ചാലിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകമ്പാടം വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KPCC മെമ്പർ NA കരീം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പല ആളുകളുടെയും മനസ്സിനകത്ത് ഉള്ള ഒരു വികാരമുണ്ട്. ആ വികാരം എന്ന് പറയുന്നത് കേരളത്തിലെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ പോരാട്ടങ്ങൾക്ക് അന്തർദേശീയ തലത്തിൽ നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ കേരള ഘടകം കേരളത്തിലെ തൊഴിലാളികളുടെ താങ്ങും തണലുമായി നിൽക്കുന്നവരാണ് എന്നുള്ള വ്യാജ പ്രചരണത്തിന് അടിപ്പെട്ട് കമ്മ്യൂണിസം എന്ന് കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന കുറെ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ സമരം പോലെയുള്ള സമരങ്ങളിൽ ഞങ്ങൾക്ക് അവരോട് മാത്രമാണ് പറയുന്നത്, ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റ് തിരുത്തില്ല എന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചയടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. നികുതി കൊള്ള അവസാനിപ്പിക്കുക, സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെയാണ് ധർണ നടത്തിയത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോണിയിൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു. സനോജ് T, ഹാരിസ് ബാബു, MK, ഹൈദരലി നാലകത്ത്, ബെന്നി കൈതോലിൽ, EM മുരളി, ബീന ജോസഫ്, ബീന ആന്റണി, മഞ്ജു അനിൽ, വാഹിദൻ, ശ്രീനിവാസൻ T, ജെയിംസ് പനയാനി, സെബി അമ്പാട്ട്, ഉബൈസ് A, നിർമ്മൽ ജോസ്, സുരേഷ് ബാബു P, അനീഷ് അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു. വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശരത് ലാൽ കൃപേഷ് അനുസ്മരണം നടത്തി. DCC പ്രസിഡന്റ് VS ജോയി ഉദ്ഘാടനം ചെയ്തു. CPMന്റെ ചരിത്രം ഇതാണ്. രാഷ്ട്രീയമായി തങ്ങളെ എതിർക്കുന്ന ആളുകളെ മുഴുവൻ കൊന്നൊടുക്കുന്ന പാരമ്പര്യമാണ് CPMന്റെ പാരമ്പര്യം. നമുക്ക് കൃപേഷും ശരത്ലാലും മാത്രമല്ല, സുഹൈബിനെ പോലെ, ഷുക്കൂറിനെ പോലെ എത്രയോ നിരപരാധികളായ ആളുകളുടെ ജീവനെടുക്കുന്ന മലയാളി വർഗ പ്രസ്ഥാനം, തൊഴിലാളി വർഗ പ്രസ്ഥാനമല്ല CPM. മലയാളി വർഗ പ്രസ്ഥാനമായി CPM കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ എതിരാളികളെ ആശയപരമായി നേരിടാൻ കഴിയാതെ മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷനായി. ഉഷാവേലു, P സുകുമാരൻ, ബോബി C മാമ്പ്ര, അസീസ് പാറപ്പുറം, ഷിഹാബ് പുളിയഞ്ചാലി, നാസർ ബാവ, റജീബ് PK, അജ്മൽ കാട്ടു എന്നിവർ സംസാരിച്ചു. SKSSF സ്ഥാപക ദിനത്തിൽ എടക്കര പൂവത്തിക്കൽ യൂണിറ്റ് കമ്മിറ്റി പതാക ഉയർത്തി.
ഫിറോസ് ഫൈസി പരിപാടിക്ക് നേതൃത്വം നൽകി. മെദ്ലാജ് ബാഖവി, CP സലീം, സിനാൻ P, ഷമീൽ VP, മൻസൂർ എടക്കര, അബൂബക്കർ നെടുംകുളം, റിയാസ്, വബിലു ഷാഹിദ് എന്നിവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.